കോൺഗ്രസിൻ്റെ ഒരു ദയനീയാവസ്ഥ പരിശോധിക്കണം. വളരെ വലിയ പാപ്പരായ അവസ്ഥയാണ് കോൺഗ്രസിനും UDF-നും. അവർക്ക് നല്ല രാഷ്ട്രീയ പോരാട്ടം നടത്തി അതിൻ്റെ അന്തസ്സോടെ പരാജയം ഏറ്റുവാങ്ങായിരുന്നല്ലോ. ഇപ്പം എന്താ സംഭവിക്കാൻ പോകുന്നത്? ഒരു അവസരവാദത്തിൻ്റെ മൂർത്തീകരണത്തെ കൂടെ നിർത്തി LDF-നെ നേരിടാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി LDF-നെ തകർക്കാമെന്നാണ് കണക്കൂട്ടുന്നത്. LDF-നെ അവസരവാദികൾ ഒരു കോറിലും ഉണ്ടാക്കില്ല. ഇത് LDF-നോടൊപ്പം നിൽക്കുന്ന ജനങ്ങൾ എല്ലാ കാലത്തും LDF-നോടൊപ്പം നിൽക്കുന്നത് LDF-ൻ്റെ നയങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ആ നയം ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട നയമാണ്. ഒരു ഘട്ടത്തിലും ഏതെങ്കിലും അവസരവാദിക്ക് തകർക്കാൻ കഴിയുന്നതല്ല ആ ജനവിശ്വാസം. സ്ഥാനമോഹങ്ങളുണ്ടാവും ഓരോ വ്യക്തിക്ക്. ആ സ്ഥാനമോഹം എത്ര വലിയ ചളിക്കുള്ളിലാണ് വീഴുന്നതിനിടയാക്കിയതെന്ന് ആലോചിച്ചു നോക്കും. എന്തൊരു ദയനീയമായ അവസ്ഥയാണ്. അത്തരമൊരാളെ പേറിക്കൊണ്ടുവന്ന് ജനങ്ങളുടെ മുന്നിൽ നിർത്തി, ഇതാ നിങ്ങൾ ഈ അവസരവാദിക്ക് വോട്ട് നൽകൂ എന്ന് UDF പറഞ്ഞാൽ യഥാർത്ഥ UDF-കാർ തന്നെ വോട്ട് ചെയ്യാൻ തയ്യാറാവുമോ? അത്തരം അവസരവാദികളെ പ്രോത്സാഹിപ്പിക്കുന്ന നിലയുണ്ടാവുമോ? പ്രഖ്യാപനം നടന്നതിന് മുൻപ് വരെ LDF-നോടൊപ്പം നിൽക്കുക, LDF-ൻ്റെ കൂടെ സഞ്ചരിക്കുക, അതേസമയം മറ്റുള്ളവരുമായി ഗൂഢാലോചന നടത്തുക, മറ്റുള്ളവരുമായി ചേർന്നുകൊണ്ട് എങ്ങനെ LDF-നെ തകർക്കാൻ പറ്റുക. വിശ്വാസവഞ്ചന എന്ന് പറയുന്നതിൻ്റെയൊക്കെ എത്രയോ അപ്പുറത്തുള്ള കാര്യങ്ങളല്ലേ അത്. വിശ്വാസവഞ്ചനയുടെ പാരമ്യതയല്ലേ കാണിച്ചത്? ഏതെങ്കിലും ആൾക്ക് മാതൃകയാക്കാൻ കഴിയുന്നൊരു കാര്യമാണോ അത്? തെളിമയാർന്ന ജീവിതമാവണ്ടേ നമ്മളത്? നിലപാടുകൾ തെളിമയാർന്നതാവണ്ടേ? LDF-നോട് ഒരു നിമിഷമാണോ വ്യത്യസ്ത വരിക? LDF-ന്റെ നയങ്ങളിൽ വ്യത്യസ്ത ഉണ്ടെങ്കിൽ ദീർഘകാലമായിട്ട് വേണ്ടേ? ഏതെങ്കിലും നയത്തോട് വ്യത്യസ്ത നേരത്തെ പറഞ്ഞിട്ടുണ്ടോ? അപ്പോ തനിക്ക് സീറ്റ് കിട്ടിയില്ല എന്നതിൻ്റെ മേലെ ഉണ്ടാകുന്ന ആ സീറ്റിൻ്റെ മോഹത്തിൻ്റെ മേലെ ഉണ്ടാകുന്ന അവസരവാദ നിലപാട്, അതാണ് ഇവിടെ UDF ഏറ്റെടുത്തിട്ടുള്ളത്. തളിപ്പറമ്പിൻ്റെ ധന്യമായൊരു ചരിത്രം അത് നിലനിർത്തിക്കൊണ്ട് സഖാവ് ശ്യാമള ടീച്ചറെ ഇവിടെ സ്ഥാനാർത്ഥിയായി നിർത്തിയത്, LDF-ൻ്റെ സ്ഥാനാർത്ഥിയായി ശ്യാമള ടീച്ചർ വരുമ്പോൾ ഈ മണ്ഡലത്തിൽ സാധാരണഗതിയിൽ നല്ല അംഗീകാരത്തോടെ തന്നെ ജയിച്ചു വരാൻ കഴിയുന്നൊരു സ്ഥാനാർത്ഥി ധാരണയിൽ തന്നെയാണ് നിർത്തിയിട്ടുള്ളത്. ഇവിടെ വിവിധ തലങ്ങളിലൂടെ പ്രവർത്തിച്ച് ദീർഘകാലത്തെ പ്രവർത്തന അനുഭവം ശ്യാമള ടീച്ചർക്കുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് അവരെ സ്ഥാനാർത്ഥിയായി നിർത്തിയത്. ശ്യാമള ടീച്ചർക്ക് വൻപിച്ച ഭൂരിപക്ഷം നൽകി നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കുക, നല്ല തളിപ്പറമ്പിൻ്റെ യശസ് അതേ രീതിയിൽ നിലനിർത്തുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളെ കടക്കാതെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യം.